ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ CGL 2025 ക്ലാസ്സുകളിൽ പ്രിലിംസിന് വേണ്ടിയുള്ള ക്ലാസ്സുകളിൽ ബെസ്റ്റ് ക്വസ്റ്റ്യൻ സീരീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്നത്തെ ടോപ്പിക്ക് ഡിസ്കൗണ്ട് ആൻഡ് മാർക്കറ്റ് പ്രൈസ് എന്നുള്ളതാണ്. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഒക്കെ ഒരുപാട് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ CGL 2023 വേണ്ടിയുള്ള പ്ലേലിസ്റ്റിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒട്ടനവധി ക്ലാസ്സുകൾ, ഒരു 5-6 ക്ലാസ്സുകൾ അതിന് വേണ്ടി മാത്രം ചെയ്തിട്ടുണ്ട്. അല്ലാതെ ബേസിക് ആയിട്ടുള്ള ക്ലാസ് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ സീരീസ് ചെയ്തിട്ടുണ്ട്. ഓരോ എക്സാംസിന് വരുമ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ സീരീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ നിങ്ങളുടെ CGL 2025 വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇതിന് മുന്നേ ഉള്ള ഒരു 8 ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞു. 8 ചാപ്റ്റേഴ്സിന്റെ 80-ൽ പരം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇത് 9ാമത്തെ ക്ലാസ് ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ മുന്നത്തെ ഉള്ള ക്ലാസ്സുകളൊക്കെ കാണാം. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നിങ്ങൾക്ക് ഓൺലൈനിൻ്റെ ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ, ഓൺലൈനായിട്ട് SSC RRB ബാങ്ക് എക്സാമിന് ക്വാളിറ്റി ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാം. ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്, എല്ലാം നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഇത് ഓഫ്ലൈൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്, നമ്പേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റീമ സോൾഡ് 48 ആർട്ടിക്കിൾസ് ഫോർ 2160 ആൻഡ് സഫേർഡ് ലോസ് ഓഫ് 10%. അപ്പോൾ എൻ്റെ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ വെറും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം വെച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അല്ലാതെ വെറുതെ എക്സും വൈയും ഇട്ട് നമ്മൾ ബുക്കിൽ കിടക്കുന്ന രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നിങ്ങളുടെ കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് ജോലി കിട്ടാൻ നിങ്ങൾക്ക് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക, മാത്സിനെ ആ ഒരു രീതിയിൽ കാണുക, ഡെയിലി മാത്സിൻ്റെ കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യുക. ആ കാര്യങ്ങളെല്ലാം DTSMൻ്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്, അതിനകത്തെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ ഇവിടെ 48 ആർട്ടിക്കിൾ റീമ വിൽക്കുന്ന എത്ര രൂപയ്ക്കാണ്? 2160 രൂപയ്ക്കാണ്. അപ്പോൾ അവർക്ക് നഷ്ടം ഉണ്ടാവുന്നു, 10% നഷ്ടം ഉണ്ടാവുന്നു. ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? ഹൗ മെനി ആർട്ടിക്കിൾ ഷുഡ് ഷീ സെൽ ഫോർ 2016 ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് 12%. അവർക്ക് 12% ലാഭം കിട്ടണമെങ്കിൽ 2016 രൂപയ്ക്ക് അവൾ എത്ര ആർട്ടിക്കിൾ വിൽക്കണം? അപ്പോൾ ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും, ഒരു 2 ലൈൻ ആയിട്ട് തോന്നും, പക്ഷേ ചെയ്ത് വരുമ്പോഴാണ് ഇതിൻ്റെ കാൽക്കുലേഷനൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പല ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് ഒറ്റ സ്റ്റെപ്പിൽ എങ്ങനെ എഴുതാം എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 48 ആർട്ടിക്കിളിന് വിലയാണ് 2160 രൂപ. അവളുടെ കോസ്റ്റ് പ്രൈസ് ആണ്, കോസ്റ്റ് പ്രൈസ് അല്ല, വിറ്റ പൈസയാണ് 2160. അപ്പോൾ ഇത് വിറ്റ പൈസ ആകുമ്പോൾ ആ സമയത്ത് 10% നഷ്ടം വന്നെന്ന് പറഞ്ഞാൽ ഈ നഷ്ടം വരുന്ന എന്തിലാണ്? നമ്മുടെ കോസ്റ്റ് പ്രൈസിലാണ് നഷ്ടം വരുന്നത്. അതൊക്കെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ 10% ലോസ് ആണ് നമുക്ക് വിറ്റപ്പോൾ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ ഈ 10% എന്തിൻ്റെയാണ്? അത്രയും 48 ഐറ്റംസിൻ്റെ ആർട്ടിക്കിൾസിൻ്റെ കോസ്റ്റ് പ്രൈസിനാണ് 10% നഷ്ടം വന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? 48 ആർട്ടിക്കിളിൻ്റെ കോസ്റ്റ് പ്രൈസിൻ്റെ 2160 രൂപ എന്ന് പറഞ്ഞാൽ 48 ആർട്ടിക്കിൾസിൻ്റെ കോസ്റ്റ് പ്രൈസിൻ്റെ 90% ആണ്. 90% ഓഫ് കോസ്റ്റ് പ്രൈസ് ഓഫ് 48 ആർട്ടിക്കിളാണ് ഈ തന്നിട്ടുള്ള 2160. നമുക്ക് 100% കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? 48 ആർട്ടിക്കിളിൻ്റെ എന്ത് കിട്ടും? ഇതൊക്കെ നോക്കി തന്നെ ചെയ്യാവുന്നതാണ്. 24,2400 ആണ്. അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല, ഞാൻ എഴുതുവാണ്. കറക്റ്റായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ എങ്ങനെയാണ് എഴുതുന്നതെന്ന് പറഞ്ഞുതരാം. പിന്നെ എങ്ങനെ ഇത് പേന എടുക്കാതെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാമെന്നും കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ പേന എടുക്കാതെ ചെയ്യുവാണെങ്കിൽ ആ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. നിങ്ങൾ വേറെ സ്ഥലത്തൊക്കെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ ചെയ്യുന്നത് കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ 90% 2160 ആണെങ്കിൽ 100% എത്ര എന്ന് കണ്ടുപിടിച്ചാൽ ഇവിടെ എന്ത് കിട്ടും? 48 ആർട്ടിക്കിളിൻ്റെ കോസ്റ്റ് പ്രൈസ് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിനെ 48 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, 48 എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് ആണിതെങ്കിൽ ഇതിനെ 48 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരെണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് കിട്ടും. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 12% പ്രോഫിറ്റാണ് വേണ്ടുന്നത്. അപ്പോൾ എത്ര എണ്ണം വിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം? ഒരെണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് വേണം. അപ്പോൾ ഇതാണ് ഒരെണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ്. ഇതിനെ 12% ലാഭത്തിന് വിൽക്കണം. അപ്പോൾ ഇതാണ് കോസ്റ്റ് പ്രൈസ് എങ്കിൽ ഇതിനെ 12% ലാഭത്തിന് വിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ 112% വിൽക്കണം. അതായത് 112/100 ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ആർട്ടിക്കിൾ, ഇതുപോലത്തുള്ള ഒരാർട്ടിക്കിൾ 12% വിൽക്കാനുള്ള പൈസ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഇത്രയും രൂപ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരാർട്ടിക്കിൾ 12% ലാഭത്തിൽ ഒരെണ്ണത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് ആണ്. പക്ഷേ നമുക്ക് എത്ര രൂപയുണ്ട് ടോട്ടൽ? 2016 രൂപയുണ്ട്. അങ്ങനെ 2016 രൂപയ്ക്ക് ഇതുപോലുള്ള എത്ര എണ്ണം വിൽക്കാമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതാണ് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് ഈ അടിയിലുള്ള സാധനം വളരെ എളുപ്പമാണ്. ഇത് നമുക്ക് പേന എടുക്കാതെ കണ്ടുപിടിക്കാം. ഇവിടെ നോക്കാം, പെർസെൻറ്റേജ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ നോക്കേ, ഈ 100ഉം പോയി. ഇവിടെ നമുക്ക് 0 പോയി. 9 216, 24 × 9 ആണ്. ആ 24 ഇവിടെ ആയിട്ട് വെട്ടി 2 വന്നു. 2 116 56 വന്നു. ഇനി 2016/56 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമുക്ക് എന്ത് വേണം? നമ്മളുടെ യൂണിറ്റ് ഹീറ്റ് ഇവിടുത്തെ ആൻസറിനകത്ത് 32, 36, 40, 28 ഉണ്ട്. അപ്പോൾ എന്ത് യൂണിറ്റ് ഹീറ്റ് ഇവിടെ വരണം? സോ ദാറ്റ് 6ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരണം? 6 വരണം. ഇപ്പോൾ 2 വന്നു കഴിഞ്ഞാൽ 6 2 12, ഇവിടെ 2 ആയിരുന്നു വരേണ്ടത്. അപ്പോൾ ഇതെല്ലാം ആൻസർ. 6 വന്നു കഴിഞ്ഞാൽ 6 6 36, ഇവിടെ 6 വരികയും ചെയ്തു. നമുക്ക് ഹോൾഡ് ചെയ്യാം. 0 എന്തായാലും വരത്തില്ല. 0 വന്നാൽ ഇവിടെ 0 വന്നേ പറ്റൂ. 28 വന്നാൽ 6 × 8 48 ആണ്. ഇവിടെ 8 വരേണ്ടി വന്നേനെ. അപ്പോൾ ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ നമുക്ക് യൂണിറ്റ് ഹീറ്റ് മാച്ച് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കൊടുക്കാം. ഏകദേശം 30 കൂടുതൽ വരും. 30 ആകുമ്പോൾ 1500 ആവും.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വഴി. ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള വഴി എന്ന് പറയുമ്പോൾ നമ്മുടെ ഷോർട്ട് കട്ട് വഴി എന്തായിരിക്കും? നമ്മുടെ മൈൻഡ് കാൽക്കുലേഷൻ ആണ്. ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് വേഗത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് എന്ന് പറയുന്ന ആ ഒരു വീഡിയോ കാണുക. ഓക്കെ, അത് കണ്ട് ഡെയിലി എഴുതുക. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. 48 2160 വിൽക്കുമ്പോൾ 10% ലോസ് വരുന്നു. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് പ്രൈസിൻ്റെ 48ൻ്റെ കോസ്റ്റ് പ്രൈസിൻ്റെ 90% ഇത്. 100% ബൈ 9 ചെയ്യുമ്പോൾ 24 കിട്ടും. 240 1 0 2400 ആണ് 48 എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ്. 2400 ബൈ 48 ചെയ്യണം. 48 ഗുണം 5 ആണ് 240. അതായത് 50 ആണ് ഒരെണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ്. അപ്പോൾ ഇവിടെ ഇത്രയും സാധനം എന്ത് കിട്ടും? 50 കിട്ടും. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ 50 കിട്ടത്തുള്ളൂ. അതിനെ 12% ലാഭത്തിന് വെക്കുന്ന പറയുമ്പോൾ 50ൻ്റെ 12% എന്ന് പറയുമ്പോൾ എത്രയാണ്? 50ൻ്റെ 12% 6 ആണ്. 12 ഗുണം 5 60. ഓക്കെ, 6 ആണ്. അപ്പോൾ 6 കൂട്ടുമ്പോൾ അതൊക്കെ പെർസെൻറ്റേജിൻ്റെ ക്ലാസ് കണ്ടാലേ പറ്റും. അപ്പോൾ 56 രൂപയ്ക്ക് വിൽക്കണം. 2016 56 ആണ് ആൻസർ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, 2016 56 എഴുതാം. എന്നിട്ട് ഈ യൂണിറ്റിൻ്റെ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം? ആൻസർ കൊടുക്കാം. ഈ ഒരു ക്വസ്റ്റിന് ഇത്രയും എഴുതിയാൽ മതി. പക്ഷേ അത് ആ ലെവലിൽ പഠിക്കണം. ആ ലെവലിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് എടുത്ത് പഠിക്കാവുന്നതാണ്. യെസ്, അടുത്ത് A shopkeeper marks his goods for 30% higher than the cost price and allows a discount of 10% on the market price. In order to earn 6.5% more profit, what discount percentage should he allow on the market price? ഇത് നമുക്ക് നോർമലായിട്ട് ചെയ്യാം. ഇപ്പോൾ 100 ആണ് നമ്മുടെ കോസ്റ്റ് പ്രൈസ് എങ്കിൽ അയാൾ എന്ത് ചെയ്യുന്നു? അയാൾ മാർക്കപ്പ് ചെയ്ത് 30% കൂട്ടി. 100ൻ്റെ 30% 30 ആണ്. 30% കൂട്ടി എവിടെ ആക്കുന്നു? 130 രൂപ വെക്കുന്നുണ്ട്. ആൻഡ് അലോസ് എ ഡിസ്കൗണ്ട്. ഇതിനകത്ത് നിന്ന് 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നു. 10% ഡിസ്കൗണ്ട് കൊടുത്തിട്ട് എത്ര ആയി? ഇതിൻ്റെ 10% 13 ആണ്. 117 ആണ് ഇത് വിൽക്കുന്നത്. ഇൻ ഓർഡർ ടു എയിൻ 6.5% മോർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? ഇവിടെ കോസ്റ്റ് പ്രൈസ് ഇതാണ്. ഇപ്പോൾ പ്രോഫിറ്റ് എപ്പോഴും കോസ്റ്റ് പ്രൈസിലാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഉള്ളത്? 17% പ്രോഫിറ്റാണ്. 100ൻ്റെ സാധനം 117 വിറ്റാൽ 17% പ്രോഫിറ്റാണ് കിട്ടുന്നത്. നമുക്കതല്ല വേണ്ടുന്നത്, 6.5% കൂടുതൽ പ്രോഫിറ്റ് കിട്ടണം. അപ്പോൾ ഇതിൻ്റെ 17%ൻ്റെയും ഈ 6% ബേസ് ആര് തന്നെ? ഈ കോസ്റ്റ് പ്രൈസ് തന്നെ. അപ്പോൾ പ്രശ്നമില്ല. അപ്പം 100ൻ്റെ 17% വരെ നമുക്ക് എന്ത് വേണം? 6 കൂടി 123.5. 17ഉം 6. അതായത് 123.5% നമുക്ക് ലാഭം വേണം. അതിൻ്റെ അർത്ഥം എന്താ? 100ൻ്റെ സാധനം 123.5 വിൽക്കണം എന്നുള്ളതാണ്. അപ്പോൾ 100ൻ്റെ സാധനം 123.5 വിറ്റാൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്. ഡിസ്കൗണ്ട് എപ്പോഴും എന്തിലാണ് എടുക്കുന്നത്? മാർക്കറ്റ് പ്രൈസിലാണ്. അതായത് 130ൻ്റെ സാധനം നമുക്ക് 123.5 വിൽക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര ഡിസ്കൗണ്ട് കൊടുക്കണം? 6.5 രൂപയുടെ ഡിസ്കൗണ്ടാണ് വേണ്ടത്. അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ 130ൻ്റെ എത്ര ശതമാനമാണ്? 130ൻ്റെ 10% 13 ആണ്. 13ൻ്റെ പകുതിയല്ലേ 6.5? അതായത് 10%ൻ്റെ പകുതി 5% നമുക്ക് ആൻസർ കിട്ടി. ഈ പകുതി എന്നൊക്കെ പറയുന്നത് മനസ്സിലാക്കാത്തവർ ദയവായിട്ട് പെർസെൻറ്റേജിൻ്റെ ക്ലാസ് എൻ്റെ ക്ലാസ് എടുത്ത് കാണുക, പഠിക്കുക. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇങ്ങനെ നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവരെക്കാളും പിറകിലായിപ്പോൾ. നമുക്ക് അടുത്ത CGL നമുക്ക് ക്ലിയർ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ 5% നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ആ ഇലക്ട്രോണിക് സ്റ്റോർ ഓണർ. ഇപ്പോൾ വലിയൊരു ക്വസ്റ്റ്യൻ കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. ദാ electronic store owner allows 2 successive discounts of 20% and 25% on each item. The store has a reward point scheme which enables customers to get free shopping for 0.1 for every 1 reward point credit to the customer's account or previous purchase in the store. Okay, ആയിക്കോട്ടെ. Yes, customer decides to buy a laptop that is marked at 72,000 രൂപ മാർക്ക് ചെയ്ത സാധനം. വാട്ട് വിൽ ബി ദ നെറ്റ് സെല്ലിംഗ് പ്രൈസ് ഇഫ് 2850 റിവാർഡ് പോയിന്റ് ഉണ്ട് അവൻ്റെ അക്കൗണ്ടിൽ. അപ്പോൾ ഇവിടെ നോക്കി 72,000 രൂപ സാധനത്തിനകത്ത് ആദ്യമേ 20% ഡിസ്കൗണ്ട് കൊടുക്കുന്നു, അത് 25% ഡിസ്കൗണ്ട് കൊടുക്കുന്നു. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ഈ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, ആ ഒരു CGL ക്ലാസ് എടുത്ത് കണ്ടാൽ മതി, പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവിടെ സക്സസീവായിട്ട് നമ്മൾ പെർസെൻറ്റേജ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ ആദ്യം 20% പിന്നെ 25% ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം 25% പിന്നെ 20% കൊടുത്താലും ഒരു പ്രശ്നമില്ല. അപ്പോൾ ആദ്യമേ 25% ഡിസ്കൗണ്ട് കൊടുത്തു. ഇതിൻ്റെ 25% എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4 ആണ് 25%. അപ്പോൾ ഇതിനകത്ത് 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 18,000 ആണ്. ഇപ്പോൾ 72,000 നിന്നും 18,000 കുറഞ്ഞ എത്രയാണ്? 54,000 ആണ്. 54,000 ആണ് ഇപ്പോൾ ഉള്ളത്. എന്നിട്ട് ഇതിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യുന്നു? 20% കുറയുന്നു. 20% എന്ന് പറഞ്ഞാൽ 10,800 ആണ് അല്ലേ? 5,400 ആണ് 10%. 10,000 കുറയ്ക്കുമ്പോൾ 44,000, പിന്നെ 800 കുറയ്ക്കുന്നു 43,200. അതിൻ്റെ കൂടെ 800 കൂട്ടുമ്പോഴാണ് 47,000 പിന്നെ 10,000. അപ്പോൾ 43,200 രൂപയാണ് എന്ത് ചെയ്യുന്നത്? അയാൾക്ക് നോർമലായിട്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്നത്. പക്ഷേ ഈ 2,850 റിവാർഡ് പോയിന്റ് ഉണ്ട്. ഒരു റിവാർഡ് പോയിന്റിന് 0.1 രൂപയാണ് അയാൾക്ക് കിട്ടുന്നത്. അപ്പോൾ 0.1 എന്ന് പറഞ്ഞാൽ 1/10 ആണ്. അപ്പോൾ 285 ഗുണം 0.1 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 285 രൂപയും കൂടെ 285 രൂപയും കൂടെ അയാൾക്ക് കുറയും. അതായത് 43,200 നിന്നും 285 കുറയും. അതായത് 42,900 സംതിങ്. 42,900 വരുന്ന ഓപ്ഷൻ ചെയ്തുകൊണ്ട് ഓപ്ഷൻ 2 ഉണ്ട്. യൂണിറ്റ് എന്ത് വരും? 5 വരെയും ചെയ്യും. 42,900 സംതിങ്ങിനടുത്ത് വരികയും ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി എഴുതാം. 200 മൈനസ് 285. ഇവിടെ 15 വരും. ഇവിടെ 1 ആണ്. 31 നിന്ന് 2 പോയാൽ 29. 429 15. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കാം. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ വലിയ എന്തോ സംഭവമാണെന്ന് വിചാരിക്കും. പക്ഷേ ഇതോ ഒന്നുമില്ല. 72,000 ഉണ്ട്. അതിനകത്തുനിന്ന് 25%, ആദ്യം 20% കുറച്ച് നിങ്ങൾക്ക് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇപ്പോൾ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും എക്സും വൈ ഇട്ട് ചെയ്യരുത്. ഞാൻ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഓരോ തവണ എക്സും വൈ ഇട്ട് ചെയ്യുമ്പോഴും ബാക്കിയുള്ള ആൾക്കാർ എന്ത് ചെയ്യുകയാണ്? അവിടെ കാൽക്കുലേഷൻ സെറ്റാക്കി എന്ത് ചെയ്യുകയാണ്? ഇതുപോലെ ചെയ്യാൻ പഠിക്കുകയാണ്.
അപ്പോൾ നമ്മൾ മലയാളികൾ എന്ത് ചെയ്യണം, ഈ ഒരു ലെവലിലോട്ട് നിങ്ങൾ വന്നേ പറ്റൂ. അത് എന്ത് വില കൊടുത്താലും നിങ്ങൾ എന്ത് ചെയ്യണം, അതുപോലെ തന്നെ വന്ന് ചെയ്തേ പറ്റും. 72,000 ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റണം, ഇങ്ങനെ തന്നെ മൈൻഡിൽ ചെയ്യാൻ പറ്റണം. ഒരിക്കലും നിങ്ങൾ ആദ്യമേ എക്സും വൈ തൊട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു മെത്തേഡ് ചേഞ്ച് ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് വലിയ പ്രയാസമായിരിക്കും. പഠിക്കുമ്പോൾ ഈ ലെവലിൽ പഠിക്കുക, പക്ഷേ കാര്യം നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. കാര്യം നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ ഈ ലെവലിൽ നിങ്ങൾക്ക് ഏത് ലെവലിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. എക്സും വൈ തൊട്ടും നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതിന് ആ ഒരു ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഷോപ്പ് കീപ്പർ ഓഫേഴ്സ് ദ ഫോളോയിങ് ഡിസ്കൗണ്ട് സ്കീം. ഫസ്റ്റ് ഡിസ്കൗണ്ട് 2 successive discount of 15 each. A discount of 25% followed by a discount of 5%. 2 successive discounts of 20 and 10. A discount of 30. Under which scheme will the selling price will be maximum? അപ്പോൾ സെല്ലിംഗ് പ്രൈസ് മാക്സിമം ആവുമെന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്കൗണ്ട് മിനിമം ആവണം. ഡിസ്കൗണ്ട് മിനിമം ആണ്. ഏറ്റവും കുറച്ച് ഡിസ്കൗണ്ട് ഉള്ളവനെ ആയിരിക്കും ഏറ്റവും വലിയ സെല്ലിംഗ് പ്രൈസ് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ കേസിലെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര, 15 + 15 - 15 × 15/100 2.75 2.25. ഇവിടെ 25%ഉം 5%ഉം. ഡിസ്കൗണ്ട് എത്ര, 25 + 5 - 25 × 5/100 1.25. അടുത്ത ഇവിടെ 20 ഉം 10ഉം 30 - 2. ഡിസ്കൗണ്ട് 30 എന്ന് പറഞ്ഞാൽ 30 ആണ്. അപ്പോൾ 30 ഇത് പേന എടുക്കാൻ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ 30 വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരേ വാല്യൂവിൽ നിന്ന്, അത് പേന എടുക്കാൻ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇവിടെ 2.25 പറയുന്നു, 1.25 പറയുന്നു, 2 പറയുന്നു, ഒന്നും പറയുന്നില്ല. അപ്പോൾ ഏറ്റവും കുറച്ചുള്ള വാല്യൂ ഏതാണ്, കുറച്ചുള്ള ഡിസ്കൗണ്ട് ഏതാണ്, ഇതാണ്. അത് കാര്യം 30-ൽ നിന്നും 2 പോയിന്റ് ഏറ്റവും വലിയ വാല്യൂ പറയുന്നു. ഇത് സംതിങ് 37 പോയിന്റ് സംതിങ് വരും. അപ്പോൾ ഏറ്റവും കൂടുതൽ 27 പോയിന്റ് സംതിങ് വരും. അപ്പോൾ ഏറ്റവും കുറച്ച് ഡിസ്കൗണ്ട് ഉള്ളവനായിരിക്കും അല്ലേ കുറച്ച് ഡിസ്കൗണ്ട് കൊടുക്കുന്നു. ഒരാൾ 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നു, ഒരാൾ 15% ഡിസ്കൗണ്ട് കൊടുക്കുന്നു 100 രൂപയുടെ സാധനത്തിന്. അപ്പോൾ 100 രൂപയുടെ സാധനത്തിന് മാർക്കറ്റ് പ്രൈസ് 100 ആണെങ്കിൽ 10% ഡിസ്കൗണ്ട് കൊടുത്താൽ 90-നായിരിക്കും വിൽക്കുന്നത്. 15% ഡിസ്കൗണ്ട് കൊടുത്താൽ 85-നായിരിക്കും വിൽക്കുന്നത്. അപ്പോൾ ഏതിനാണ് സെല്ലിംഗ് പ്രൈസ് മാക്സിമം, 90 ആണ്. അതായത് 10% കുറഞ്ഞ ഡിസ്കൗണ്ട് ഉള്ളവർക്കായിരിക്കും മാക്സിമം സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ കുറഞ്ഞ ഡിസ്കൗണ്ട് ഉള്ളവൻ ആരാണ്, ഫസ്റ്റ് സ്കീമാണ്. അപ്പോൾ സ്കീം 1-ലാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. സ്കീം 1-ലായിരിക്കും എന്തെന്ന് പറയുന്നത്, മാക്സിമം സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ ക്വസ്റ്റ്യൻ എങ്ങനെ പേന എടുക്കുക ചെയ്യണമെങ്കിൽ ഈ ഒരു ഐഡിയ മനസ്സിലാക്കണം. 15 15 30 ആണ്, 25 5 30 ആണ്, 20 10 30 ആണ്, 30 അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇന്ന് പറയുന്നത് 2.25, ഇന്ന് പറയുന്നത് 1.25, ഇന്ന് പറയുന്നത് 2. അത് മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം കേട്ടോ, ഒരേ വാല്യൂവിൽ നിന്ന് അത് പറയുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ കുറയുന്നത് ഏതാണ്, 2.25 ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് ആദ്യത്തെ കേസിലാണ്, ഏറ്റവും കുറച്ച് ഡിസ്കൗണ്ട് അത് ഡിസ്കൗണ്ട് ആണ്. അതുകൊണ്ട് കുറച്ച് ഡിസ്കൗണ്ട് ഉള്ളതായിരിക്കും കൂടുതൽ സെല്ലിംഗ് പ്രൈസ്. അങ്ങനെ എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഹോംവർക്കായിട്ട് ചെയ്യുക, ആൻസർ കമൻ്റ് ആയിട്ട് പറയുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, വലിയ ക്ലാസ്സിൽ എടുക്കാത്തത് നിങ്ങളുടെ റെസ്പോൺസ് കുറവാകുന്നതുകൊണ്ടാണ്. നല്ല റെസ്പോൺസ് ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നമുക്ക് സെറ്റാക്കാം. ഓക്കെ, മുന്നത്തെ ക്ലാസ്സിലെല്ലാം കാണാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക, എല്ലാ ക്ലാസ്സുകളും എടുത്ത് നന്നായിട്ട് കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.